അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലല്ല, ചെക്ക് റിപ്പബ്ലിക്കിനോട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യത്താണ്. അതെവിടെയാണെന്നറിയാം? പോളണ്ട്. പോളണ്ടിലെ ക്രക്കോവ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് നമ്മുടെ ഈസ്റ്റർ ഹോളിഡേസ്. അപ്പോൾ ക്രക്കോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബ്രിനോയിൽ നിന്നാണ്. അവിടെ നിന്ന് ഏകദേശം 3.5-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ക്രക്കോവിലേക്ക്. ഏകദേശം വൈകുന്നേരത്തോടടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ ക്രക്കോവിൽ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ പോളണ്ട് ഹോം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഹോം ടൂർ കാണിക്കാം. നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്നതിനേക്കാളും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ ബുക്ക് ചെയ്യുമായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ നമ്മളും വേറെ നമ്മുടെ ഒരു ഫ്രണ്ട് ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ഒരു ബാക്ക് യാർഡാണ്. അങ്ങനെ ക്രക്കോവിലെത്തിയിട്ട് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വേഗം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് യൂറോപ്പിലെ എല്ലാ സിറ്റികൾക്കും അവരുടേതായിട്ടുള്ള ഒരു ടൗൺ സ്ക്വയർ അതല്ലെങ്കിൽ ഒരു സിറ്റി സെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്രക്കോവിലെ ഓൾഡ് ടൗൺ സ്ക്വയർ കാണാനാണ് ആദ്യം തന്നെ പോയത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇത് പബ്ലിക് സൈക്കിൾസ് ആണ് കേട്ടോ, സ്കൂട്ടേഴ്സ് എന്നും പറയാറുണ്ട്. നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്, മറ്റ് പല യൂറോപ്യൻ കൺട്രികളെയും പോലെ തന്നെ. ഇന്ന് നമ്മൾ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് പോകുന്നത് ട്രാമിലാണ്. ട്രാം ടിക്കറ്റ് എടുക്കുന്ന മെഷീനാണിത്. ഇത് നമ്മുടെ ട്രാം സ്റ്റോപ്പിൽ തന്നെ ഉണ്ടായിരിക്കും, ബ്രിനോയിലൊക്കെ ഉള്ളത് പോലെ തന്നെ. അതിൽ ലാംഗ്വേജിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. വീക്കെൻഡ് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത് തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഈ വീക്കെൻഡിൽ, അതായത് സാറ്റർഡേയും സൺഡേയും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ട്രാം ടിക്കറ്റ് എടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആരെങ്കിലും ആദ്യമായിട്ടാണ് പോളണ്ടിലെന്നുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. കാർഡ് കൊടുക്കണം. ഇത് ഇവിടെ ഒരു ചെറിയ ബ്ലിങ്കിങ് വരും. ബ്ലിങ്കിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനായി എന്നർത്ഥം. അങ്ങനെ നമ്മൾ പേ ചെയ്തു. ഇതാ ടിക്കറ്റൊക്കെ കിട്ടി. അത് സെറ്റിങ്സൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കാർഡ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും. ഇതാണ് പോളണ്ടിലെ ട്രാം ടിക്കറ്റ്.
ടിക്കറ്റ് എടുത്താൽ മാത്രം പോരാ, ട്രാമിൽ കയറിയിട്ട് അത് ഇതുപോലെ എൻട്രി ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് അത് വാലിഡ് ആവുള്ളൂ. അതൊക്കെ ആസ് യൂഷ്വൽ നമ്മുടെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ക്രക്കോവിലെ ഒരു ട്രാമിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചർ. ഇവിടെ ട്രാമിൻ്റെ പുറത്താണെങ്കിലും സീറ്റിൻ്റെ മുകളിലാണെങ്കിലും കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഭടൻ്റെ ചിത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. പിന്നെ നമ്മൾ ഏത് സ്റ്റോപ്പിലെത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയാൽ മതി. അതിൽ ആ ബ്ലൂ കളർ ബോൾ ഏത് സ്റ്റോപ്പിൻ്റെ പേര് എഴുതിയതിന് താഴെയാണോ നിൽക്കുന്നത്, ആ സ്റ്റോപ്പിലാണ് ട്രാം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ട്രാം ഇറങ്ങിയിട്ട് ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് നടന്നു. ഇങ്ങനെയാണ് ഓൾഡ് ടൗൺ സ്ക്വയർ നമ്മളെ വരവേറ്റത്. ഒരു രാജകൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഒരു റോയൽ സിറ്റിയിലൊക്കെ എത്തിയ പ്രതീതിയായിരുന്നു നമുക്ക് ക്രക്കോ ഓൾഡ് ടൗൺ സ്ക്വയറിൽ എത്തിയപ്പോൾ കിട്ടിയത്. അവിടുത്തെ ബിൽഡിങ്സിൻ്റെ ഒരു സ്ട്രക്ചറും അതേപോലെ തന്നെ അവർ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു രീതിയും, അതിനേക്കാളും എനിക്ക് ഭയങ്കര ആകർഷണം തോന്നിയത് അലങ്കരിച്ച കുതിരകൾ ഓടിക്കുന്ന വണ്ടികളാണ്. അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിറ്റിയിലൂടെ ഇതുപോലെ അലങ്കരിച്ച കുതിരവണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ അത് ശരിക്കും ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തോന്നും. ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ നടുവിൽ തന്നെ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ ബിൽഡിംഗ് അറിയപ്പെടുന്നത് ക്ലോത്ത് ഹാൾ എന്നാണ്. 14th സെഞ്ച്വറിയിലാണ് ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ക്ലോത്ത് ഹാളിന് മുന്നിലായിട്ട് കാണുന്ന ഈ സ്റ്റാച്യുവിൻ്റെ പേരാണ് സ്റ്റാച്യു ഓഫ് ആദം മിക്യവിറ്റ്സ്. പോളണ്ടിലെ തന്നെ ഏറ്റവും മികച്ച വെങ്കല സ്മാരകങ്ങളിൽ ഒന്നാണിത്. മെയിൻ മാർക്കറ്റ് സ്ക്വയറിനോട് ചേർന്നുള്ള ബ്രിക്ക് ഗോത്തിക് പള്ളിയാണ് മറ്റൊരാകർഷണം. സെൻറ്റ് മേരീസ് ബസിലിക്ക എന്നാണ് അതറിയപ്പെടുന്നത്. പോളിഷ് ഗോത്തിക് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ചർച്ച്. പുറത്തുനിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ ചർച്ചിനകത്ത് കയറി. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പ്രെയർ നടക്കുകയായിരുന്നു. പ്രെയർ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് ഈ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും ഉള്ളിൽ കയറാനും വീഡിയോ എടുക്കാനും പറ്റി. അപ്പോൾ വൈകാതെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓൾഡ് ടൗൺ സ്ക്വയറൊക്കെ കണ്ടതിന് ശേഷം പതുക്കെ പുറത്തോട്ട് നടന്നു. പുറത്ത് കുറേ കടകളൊക്കെ ഓൾഡ് ടൗൺ സ്ക്വയറിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഈ പോളിഷ് ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള തൊപ്പികളും അതുപോലെ അവരുടെ പാത്രങ്ങൾ വളരെ ഫേമസ് ആണ്. പോളിഷ് പോട്ടറി സെറാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗംഭീര കണ്ടുപിടുത്തം തന്നെയാണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ബാഗുകൾ, പിന്നെ പോളണ്ടിൻ്റെ അല്ലെങ്കിൽ ക്രക്കോ ടൗണിൻ്റെയൊക്കെ ചിത്രങ്ങളും സിംബലുകളും ഒക്കെ അടങ്ങിയ കപ്പുകൾ, മഗ്ഗുകൾ, മാഗ്നറ്റ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റി. പൊതുവെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏത് പുതിയ സിറ്റിയിൽ അല്ലെങ്കിൽ കൺട്രിയിൽ ചെന്നാലും അവിടെ നിന്നൊരു മാഗ്നറ്റ് വാങ്ങിക്കുന്ന ശീലം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ക്രക്കോവിൻ്റെ സിംബലുള്ള ഒരു മാഗ്നറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൗൺ സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്ന കടകളെല്ലാം തന്നെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു. അത് വൈൻ ഷോപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഗേറ്റോ എന്ത് തന്നെയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ടൗൺ സ്ക്വയറിനോട് ചേരുന്ന രീതിയിലാണ് അതിൻ്റെയും കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ക്രക്കോവിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരികെ റൂമിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും ഓൾഡ് ടൗൺ സ്ക്വയർ കണ്ടിറങ്ങിയതിന് ശേഷം ക്രക്കോവിൽ വന്നത് വെറുതെ ആയില്ല എന്ന് നമ്മൾ മനസ്സിലുറപ്പിച്ചു. ഇനിയും കൂടുതൽ ക്രക്കോവിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.